കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 1934 ഡിസംബർ മാസം 26 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവാതിരുമയുടെ അധ്യക്ഷതയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗീകരിച്ച മലങ്കര സഭാ ഭരണഘടനയുടെ 90-ാം വാർഷികം നവതി 2024 ഡിസംബർ മാസം 26 വ്യാഴാഴ്ച എവിടെ വെച്ച് അത് തുടങ്ങിയോ ആ നഗറിൽ വെച്ച് തന്നെ ആഘോഷിക്കുകയാണ്. മലങ്കര സഭാ ഭരണഘടന കേരളത്തിലെയും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഭരണഘടനയാകുന്നുവെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഭാരതത്തിൽ ഒരു ഭരണഘടന രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഭാരത സഭയായ മലങ്കര സഭയിൽ വ്യവസ്ഥാപിതമായി ക്രമീകൃതമായ ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി ഒരു ഭരണഘടന ആദ്യം രൂപം കൊണ്ടു എന്നത് നമുക്ക് അഭിമാനമാണ്. ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം പല സമയങ്ങളായി അതിനെ അംഗീകരിച്ച് ഉറപ്പിച്ച് നൽകുകയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭാരതത്തിലെ ഒരു അംഗീകൃത സഭയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. വളയമില്ലാതെ ചാടുന്നവർക്ക് മാത്രമാണ് മലങ്കര സഭ ഭരണഘടന ഒരു പേടി സ്വപ്നമായി നിൽക്കുന്നത്. എന്നാൽ ഭാരത നിയമത്തിനും വിശുദ്ധ വേദപുസ്തക പാരമ്പര്യത്തിനും സഭാപിതാക്കന്മാർ പകർന്നു നൽകിയ ക്രമീകൃതമായ ശിക്ഷണബോധത്തിലും മുന്നോട്ട് പോകുന്നവർക്ക് മലങ്കര സഭാ ഭരണഘടന എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, ഒരു നല്ല കവചം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വൈദിക അൽമായ നേതൃത്വവും മലങ്കര സഭാ ഭരണഘടന രൂപം നൽകുകയും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാവാതിരുമയുടെ അധ്യക്ഷതയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ അതിനെ ഉറപ്പിക്കുകയും ഭാരതത്തിന്റെ നീതിപീഠം അതിനെ റീകൺഫേം ചെയ്യുകയും മലങ്കര സഭ മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിനെ ചേർത്ത് വെക്കുകയും ചെയ്യുന്നത്. ഭേദഗതികൾ ഉണ്ടായിട്ടും ഉറപ്പോടെ മുന്നോട്ട് പോകുന്ന ഈ ഭരണഘടനയുടെ നവതി ആഘോഷത്തിൽ നമ്മുടെ എല്ലാ വാത്സല്യ മക്കളും പങ്കുചേരണമെന്ന് ഞാൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മലങ്കര സഭയുടെ കൊമ്പ് ഉയരുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഇതിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.